പാർട്ടി എന്ന് പറയുന്നത് ഒരു സിനിമ ഗ്രൂപ്പിൻ്റെ ഒരു സമ്മർദ്ദത്തിൽ വഴങ്ങി നിൽക്കുകയാണ്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഈ CPM-ൻ്റെ നയപരമായ ചില പാളിച്ചകളാണ്. അതായത് അവർക്ക് ചില തെരഞ്ഞെടുപ്പ് പ്രചരണ കാലഘട്ടത്തിലൊക്കെ ഈ നടീനടന്മാരെ അവർ ആവശ്യത്തിലധികം ഉപയോഗിച്ചു. അപ്പോൾ അവരുടെ സമ്മർദ്ദത്തിന് വിധേയരാകേണ്ടി വരും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പാർട്ടി എത്തി നിൽക്കുന്നതുകൊണ്ടാണ് ഇതിൽ തീരുമാനമെടുക്കാൻ പറ്റാത്തത്. അല്ലെങ്കിൽ നിങ്ങൾ നോക്കൂ, ഒരു റിപ്പോർട്ട് പുറത്തു വന്നു, ഇത്ര 3-4 ദിവസമായി ചർച്ച ചെയ്യപ്പെടുന്നു. ഇതിൽ തീരുമാനമെടുക്കാൻ എന്താണ് ബുദ്ധിമുട്ട്? LDF-ൻ്റെ യോഗം ചേരുന്നില്ല, മന്ത്രിസഭാ യോഗം ചേരുന്നില്ല. ഈ കാര്യം ചർച്ച ചെയ്യാനായിട്ട് മന്ത്രിസഭാ യോഗം ചേർന്ന് അടിയന്തരമായിട്ട് ചർച്ച ചെയ്യേണ്ട ഈ വിഷയം. കാരണം ഒരു ജനകീയ മാധ്യമമാണ് സിനിമ. ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, ഇവിടെ തന്നെ രാഷ്ട്രീയമൊന്നും ഞാൻ കാണുന്നില്ല. പ്രതിപക്ഷം എന്താണ് ഇപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ ഈ വിഷയം സജീവ ചർച്ചയാകുമ്പോൾ പ്രതിപക്ഷം തുറന്നടിക്കുകയാണ്. KPCC പ്രസിഡന്റ് പറഞ്ഞു കേസെടുത്ത് അന്വേഷിക്കണമെന്ന് പറഞ്ഞു. ഒരാളുടെ പേരിൽ ആരോപണം വന്നപ്പോൾ കേസെടുത്ത് അന്വേഷിക്കണമെന്ന് പറഞ്ഞു. നാളെ വേറൊരാളുടെ പേരിൽ ആരോപണം വരികയാണെങ്കിലും കേസെടുത്ത് അന്വേഷിക്കണമെന്ന് പറയും. പക്ഷേ ഇനിയും ഞാൻ പറയുന്നത് പല പേരുകളും പുറത്തു വരാൻ പാടില്ല എന്നൊരു തീരുമാനം ഗവൺമെൻറ് ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷേ ഇപ്പോൾ പേരുകളൊക്കെ ഒരു തരത്തിലല്ലേ മറ്റൊരു തരത്തിൽ പുറത്തേക്ക് വരികയല്ലേ. പിന്നെ എന്തിനാണ് ഈ ഗവൺമെൻറ്റിന് വൈമനസ്യം? എന്തിനാണ് ഈ പരാതി കൊടുത്ത് അന്വേഷിക്കണോ, ആരോപണങ്ങളിൽ കിടമ്പണോ, അതൊക്കെ വേറെ വിഷയങ്ങളാണ്. ഇപ്പോൾ ഒരുപാട് ആരോപണങ്ങൾ വരുന്നുണ്ട്. ആരോപണങ്ങളെല്ലാം ചിലത് വിശ്വസിക്കാൻ പറ്റാത്തതൊക്കെ ശരിയായിരിക്കാം. കാരണം ഒരു ആരോപണം വരുമ്പോഴേക്കും അത് വിശ്വസിക്കാൻ നമുക്ക് പറ്റില്ല. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്കറിയാമല്ലോ, ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു ആരോപണം വന്നപ്പോൾ നമുക്ക് എന്താ ഉണ്ടായെന്നറിയാം. അങ്ങനത്തെയൊക്കെ ആരോപണങ്ങൾ വരും. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ഒരു ജനകീയ മാധ്യമം എന്ന നിലയ്ക്ക് ഇത്രയധികം ചർച്ച ചെയ്യപ്പെടുമ്പോൾ, ഒരു കമ്മിറ്റി റിപ്പോർട്ടോടുള്ളപ്പോൾ, ആ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങളുള്ളപ്പോൾ, താരങ്ങളുടെ സംഘടന ചില അഭിപ്രായങ്ങൾ പുറപ്പെടുവിച്ചപ്പോൾ, അതിൽ തന്നെ ഭിന്നത ഉണ്ടായപ്പോൾ, ഒരുപാട് നടീനടന്മാർ ഇന്നും ഇന്നലെയായിട്ട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ പുലർത്തിയപ്പോൾ, ഒരുപാട് പേർ ഗവൺമെൻറ്റിനെ വിമർശിച്ചപ്പോൾ ഇതൊരു അസാധാരണ സാഹചര്യമായി മാറി. അവിടെ സജി ചെറിയാൻ ചെയ്യേണ്ട, സജി ചെറിയാനെ കുറിച്ച് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു അദ്ദേഹം രാജിവെക്കണമെന്ന്. എന്തുകൊണ്ടാണ് രാജിവെക്കണമെന്ന് പറഞ്ഞത്? ആ മന്ത്രിസ്ഥാനത്ത് ഇരുന്നുകൊണ്ട് അദ്ദേഹം ചെയ്യേണ്ട ഉത്തരവാദിത്തം അദ്ദേഹം നിർവഹിക്കുന്നില്ല. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ചില സാങ്കേതിക കാരണങ്ങൾ, നിയമപരമായ വശം പരിശോധിക്കുന്നു, പരാതി വരട്ടെ, ഇതൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതല്ലല്ലോ, കമ്മിറ്റി റിപ്പോർട്ടുണ്ട്. ഒരു വളരെ വസ്തുനിഷ്ഠമായ റിപ്പോർട്ട് അവിടെ ഉണ്ട്. ഒന്നുകിൽ ആ റിപ്പോർട്ട് തള്ളിക്കളയുക, അല്ലെ ആ റിപ്പോർട്ട് മുഖവിലേക്ക് എടുത്തുകൊണ്ട് അത് LDF ചർച്ച ചെയ്യട്ടെ. ഇന്നിപ്പോൾ CPIയുടെ ആരോ പറഞ്ഞു, നിങ്ങളൊക്കെ കാണിച്ചു CPIക്ക് അഭിപ്രായ ഭിന്നത. ആരാ അഭിപ്രായ ഭിന്നത പറഞ്ഞ? CPIയിലെ ആനി രാജ. CPIയുടെ സംസ്ഥാന കമ്മിറ്റി പറയട്ടെ, LDF യോഗം വിളിക്കാൻ പറയട്ടെ. ഇതൊരു നയമല്ലേ? ഒരു സിനിമാ നയം രൂപീകരിക്കുന്നുണ്ടോ ഈ ഗവൺമെൻറ്, ഈ LDF? അങ്ങനെയാണെങ്കിൽ ആ നയത്തിൻ്റെ ഭാഗമായി ചർച്ച ചെയ്യേണ്ടതല്ലേ ഇത്? പ്രതിപക്ഷത്തെ കൂടി ചർച്ചയ്ക്ക് വിളിക്കണം. അതാണ് പറഞ്ഞത്, ഈ ജനകീയ മാധ്യമത്തെ ഈ റിപ്പോർട്ടിനെ മുൻനിർത്തിക്കൊണ്ട് മലയാള സിനിമയെ ആകെ തന്നെ അങ്ങോട്ട് തകർത്ത് കളയാൻ പറ്റില്ല എന്നാണ്. ശ്രീമതി ആശ കേൾക്കുന്നുണ്ടോ? ഒന്നുകൂടെ പറയാമോ? ഈ റിപ്പോർട്ടിനെ മുൻനിർത്തിക്കൊണ്ട് മലയാള സിനിമയെ ആകെ തന്നെ തകർക്കുന്ന ഒരു നിലയെടുക്കാൻ പറ്റില്ല എന്നാണ് റെജി ലൂക്കോസ് ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം, അല്ലെങ്കിൽ പറഞ്ഞ ഒരു അഭിപ്രായം. നമ്മൾ എടുക്കുന്ന നിലപാടുകളൊന്നും അങ്ങനെ ആരെയും തകർക്കാൻ വേണ്ടിയിട്ടുള്ളതല്ലല്ലോ. നമുക്കറിയാം ഈ പറയുന്ന ഗവൺമെൻറ് എന്താണ് ചെയ്തിട്ടുള്ളത്. അതൊക്കെ വളരെ വസ്തുനിഷ്ഠമായിട്ട് തന്നെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മളിത് പറയുന്നത്. പിന്നെ സ്ത്രീകൾ തീർച്ചയായിട്ടും ഇപ്പം ഹാർവി വൈൻസ്റ്റീൻ ഉൾപ്പെടെ ഹോളിവുഡിലെ കാര്യം മുതലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകൾ വളരെ വലിയ പ്രഷർ ചെലുത്തിയിട്ട് മാത്രമാണ് ഇത്തരം കേസുകളിൽ എന്തെങ്കിലും പ്രയോജനകരമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അത് ഈവൻ കേസ് നടത്തുന്ന കാര്യത്തിലായാലും അല്ലെങ്കിൽ കുറ്റവാളികളെ കൃത്യമായി കണ്ടുപിടിച്ച് ശിക്ഷിക്കുന്ന കാര്യത്തിലായാലും ഇപ്പോൾ ഇവിടുത്തെ ഈ കമ്മിറ്റി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുന്ന കാര്യത്തിലായാലും അതിന് പൊളിറ്റിക്കൽ വില്ലെന്ന് പറയുന്നത് ജെൻഡർ ലെൻസിലൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ വില്ലില്ലാതെ ഇത് ചെയ്യാൻ പറ്റില്ല. അത് ആർക്കായാലും ചെയ്യാൻ പറ്റില്ല. കാരണം ജെൻഡർ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഇവിടുത്തെ പാർട്ടി പൊളിറ്റിക്സിന് അതീതമാണ്. നമ്മൾ കണ്ടതാണല്ലോ, ഈ രണ്ട് ഭാഗങ്ങളും എത്ര സ്ത്രീകളെ മത്സരിപ്പിച്ചു, എത്ര സ്ത്രീകൾക്ക് വേണ്ടി അവർ സ്പേസ് ഒഴിഞ്ഞു കൊടുത്തു. അതേ കാര്യത്തിൻ്റെ വേറൊരു ഭാഗം പോലെയാണ് ഇതിപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് ആർക്കും ഇതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ പറ്റില്ല. ഇത് ഈ രീതിയിൽ കേരളം മനസ്സിലാക്കി അത്രയും റാഡിക്കലായിട്ട് പെരുമാറേണ്ട ഒരു കാലഘട്ടമാണിത്. ഈ അൺയൂഷ്വൽ ആയിട്ടുള്ള സിറ്റുവേഷൻ എന്ന് പറയുന്ന അതാണ്. അത് എല്ലാവരും മനസ്സിലാക്കി എല്ലാവരും അതിന് റെസ്പോണ്ട് ചെയ്യുകയും കൃത്യമായി പ്രോആക്റ്റീവായിട്ട് ഇടപെടുകയും ചെയ്യണം. റിട്രോസ്പെക്റ്റീവ് എഫക്റ്റിൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും കേസെടുക്കുകയും ചെയ്യണമെങ്കിൽ ചെയ്യണം.
പക്ഷേ അത് ആ സ്ത്രീകളുടെ തീരുമാനവും ആ സ്ത്രീകളെ എങ്ങനെയാണ് അത് ആ രീതിയിൽ അവർക്ക് ആവശ്യമുള്ളതെന്നുള്ള രീതിയിലാണ് തീരുമാനം എടുക്കേണ്ടത്.